ആരോഗ്യമന്ത്രി വീണ ജോർജുമായുള്ള ആശാ വർക്കർമാരുടെ ചർച്ച പരാജയപ്പെട്ടു. സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. ഈ മാസം 20-ന് ആശാ വർക്കർമാരുടെ കുടുംബസംഗമം സെക്രട്ടേറിയറ്റ് പടിക്കൽ സംഘടിപ്പിക്കും. വിഷ്ണു കരുണാകരൻ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. ഏത് രീതിയിലായിരിക്കും അവരുടെ സമരം മുന്നോട്ട് പോവുക? ഒപ്പം ഇന്നത്തെ ഈ ഒരു ചർച്ച ഇന്ന് ആണോ എന്നുള്ളത് വ്യക്തതയില്ല. ഈ ചർച്ച ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക? ബരേഷ് 6 ദിവസമായി തന്നെ രാപ്പകൽ സമരം നടക്കുകയാണ്. ആശാ വർക്കർ അസോസിയേഷന്റെ ഭാഗമായുള്ള ആശാ വർക്കർമാർ ഒന്നിച്ചു നിന്നുകൊണ്ട് തന്നെ സമരം നടത്തി വരികയാണ്. ഇവരുടെ ആവശ്യം ഓണറേറിയം വർദ്ധിപ്പിക്കുക, ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന മാനദണ്ഡങ്ങൾ പിൻവലിക്കുക, 3 മാസത്തെ വേതന കുടിശ്ശിക ഉടൻ തന്നെ നൽകുക എന്നടക്കമുള്ള കാര്യങ്ങളാണ്. 62 വയസ്സായ ആശമാരെ പിരിച്ചുവിടാനുള്ള ഉത്തരവ് പിൻവലിക്കുക, വിരമിക്കൽ ആനുകൂല്യങ്ങൾ 5 ലക്ഷം രൂപ നൽകുക, പെൻഷൻ അനുവദിക്കുക, അധിക ജോലി ഭാരം ഒഴിവാക്കുക, ഇങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചത്. ഇതുമായി ബന്ധപ്പെട്ട 6 ദിവസമായി തന്നെ പ്രതിഷേധം നടത്തി സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം നടത്തി വരികയായിരുന്നു. രാപ്പകൽ സമരമാണ് നടത്തി വന്നത്. അതിനെ തുടർന്നാണ് മന്ത്രി വീണ ജോർജുമായുള്ളൊരു കൂടിക്കാഴ്ചയ്ക്ക് അനുവാദം ലഭിച്ചത്. ഇന്ന് രാവിലെ 10 മണിക്കാണ് കൂടിക്കാഴ്ച നടന്നത്. ഈ കൂടിക്കാഴ്ചയിൽ ഈ ആവശ്യങ്ങൾ ഉന്നയിക്കും. ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിച്ചില്ല എങ്കിൽ, രേഖാമൂലം മന്ത്രി ഉറപ്പ് നൽകിയില്ലെങ്കിൽ സമരവുമായി മുന്നോട്ട് പോകുമെന്നും 20-ാം തീയതി തന്നെ ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാ വർക്കർമാരുടെ തന്നെ ഒരു കുടുംബസംഗമം നടത്താനായി തീരുമാനിച്ചിരുന്നു. അത് നടത്തുമെന്നും ഉറപ്പാകുമെന്നും വ്യക്തമാക്കിയിരുന്നു. അതിനെ തുടർന്നാണ് ഈ ഒരു സമരം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നത്. ചർച്ച പരാജയപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കടന്നു. ഇവരുടെ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചില്ല. അതോടൊപ്പം തന്നെ രേഖാമൂലമുള്ള ഒരു തീരുമാനത്തിലേക്ക് ഒന്നും കടന്നിട്ടില്ല. അതുകൊണ്ട് ഇനിയും സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. കൂടുതൽ ആശാ വർക്കർമാർ ഇനിയും സമരത്തിൽ പങ്കെടുക്കാനായി എത്തുമെന്നാണ് ആശാ വർക്കർമാരുടെ ഈ പ്രതിഷേധക്കാർ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനി 20-ാം തീയതി കുടുംബസംഗമം നടത്തും. കൂടുതൽ ആശാ വർക്കർമാർ സമരത്തിൽ പങ്കെടുക്കും. വലിയ ശക്തമായ പ്രതിഷേധം അറിയിക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മനീഷ്, മറ്റൊരു തീയതി, ഇന്നത്തെ ചർച്ച പരാജയപ്പെട്ട സ്ഥിതിക്ക് ഇനി ഭാവിയിൽ ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത ഒന്നും അതിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടില്ല അല്ലേ? നിലവിൽ അത്തരത്തിലുള്ള ഒരു തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ഇനി ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കുമെങ്കിൽ അതിന് സാധ്യതകളുണ്ട്. എന്നാൽ നിലവിൽ ഈ ചർച്ച പരാജയപ്പെട്ടിരിക്കുകയാണ്. സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആശാ വർക്കർമാർ തീരുമാനിച്ചിരിക്കുന്നത്. ബരേഷ്, ശരി വിഷ്ണു കരുണാകരൻ.